നിങ്ങളുടെ അവിടെ ഒരു മാസത്തെ സാലറി എനിക്കിവിടെ ഒരു ദിവസം കൊണ്ട് UK. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ ജോലിയുടെ വിശേഷങ്ങളാണ്. ഞാൻ എവിടെയാണ് ജോലി ചെയ്തത്, ഞാൻ ഏത് വിസാലാണ്, ഞാൻ UK എവിടെയാണ്, ഞാൻ ഒരു ദിവസം ജോലി ചെയ്താൽ എന്തോരം കിട്ടും, എന്തൊക്കെ പണിയുണ്ട്, എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, മിസ്സാക്കാതെ തന്നെ കാണുക. അപ്പോൾ രാവിലെ ഞാൻ എണീച്ച് നടന്നതേ വഴി വെച്ച് എനിക്ക് ഈ ചേച്ചിനെ കമ്പനി കിട്ടി. ഈ ബസ്സിലാണ് ഗൈസ് നമ്മൾ ഇന്ന് പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത്. നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ തന്നെ സ്ഥലത്ത് വണ്ടി എത്തും ഗൈസ്. ഇതാണ് എൻ്റെ വേറൊരു ഫ്രണ്ട്. അപ്പോൾ ഇവള് നേരത്തെ വന്നാൽ എനിക്ക് സീറ്റ് ബുക്ക് ചെയ്ത് വെക്കും. ഇപ്പം ഞാൻ നേരത്തെ വന്ന അവൾക്ക് ഞാൻ സീറ്റ് ബുക്ക് ചെയ്ത് വെക്കും ഗൈസ്. ആളുടെ പകുതി ഉറക്കം ബസ്സിലാണ് ജോലിക്ക് പോകുന്നതിന്. അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ചങ്ങ് നടക്കാനുണ്ട്. നടന്നെത്തി ഓഫീസിൽ ചെന്ന് നമ്മൾ പഞ്ചിങ് ചെയ്യണം. പിന്നെ നേരെ സ്റ്റോർ റൂമിൽ പോയി അത്യാവശ്യം ഗ്ലൗസ് ഒക്കെ എടുത്തു. പിന്നെ നമുക്ക് ചെയ്യേണ്ട വർക്കൊക്കെ ഒരു ഫയലിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പേര് തപ്പി അത് നമ്മുടെ തന്നെയാണോ നോക്കി എടുക്കുക. ഫയലും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു ട്രോളി എടുക്കുക, നേരെ ആ ഫയലിൽ എവിടേക്കാണോ പറഞ്ഞേക്കുന്നത് ആ സ്ഥലത്തെത്തുക, അതായത് നമ്മുടെ പണി സ്ഥലത്തെത്തുക. അപ്പം ഞാൻ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് പറയാം ഗൈസ്. ഞാൻ ഇവിടെ ഒരു കാരവാൻ പാർക്കിലാണ് പണി ചെയ്യുന്നത്. കാരവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്നർ വെച്ചിട്ടുള്ള ഒരു വീടാണ്. ചെല്ലുന്ന പുതിയ ലിനൻസ് അവിടെ കാണും ഗൈസ്, അത് എടുക്കണം. നമുക്ക് തന്നിട്ടുള്ള താക്കോല് വെച്ച് കാരവാൻ തുറക്കുക. അകത്ത് കയറിയതേ കുറേ പ്ലേറ്റ്സ് കണ്ടു ഗൈസ്. പിന്നെ നമ്മുടെ പണിയായതും ഒക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുക. അപ്പോൾ മനസ്സിലായി കാണും ഞാൻ ഇവിടെ ക്ലീനിങ് ജോബാണ് ഗൈസ് ചെയ്യുന്നത്, ക്ലീനിങ് ചേഞ്ച് ഓവർ. അപ്പോൾ പണി തുടങ്ങാനുള്ള പ്രിപ്പറേഷനിലാണ് ഗൈസ്. ഞാൻ യൂഷ്വലി പണി ചെയ്യുന്നതിന് മുമ്പ് ഞാനൊന്ന് സ്ട്രെച്ച് ചെയ്യും ഗൈസ്, ആരോഗ്യം നോക്കണ്ടേ. അത് കഴിയുമ്പോഴത്തേക്ക് ഫ്രഷ് ലിനൻസ് ഞാൻ സെഗ്രിഗേറ്റ്, പിന്നെ ബെഡ്റൂമുകളിലേക്ക് പഴയതെല്ലാം വലിച്ചു ഊരിക്കളയും, പുതിയ ലിനൻസ് എടുത്തിടും. ഒരു ക്യാരവാൻ്റെ അകത്ത് 3 ബെഡ്റൂം ഉണ്ട് ഗൈസ്. ഈ 3 ബെഡ്റൂമിലും ബെഡ്ഷീറ്റ്, ഡുവറ്റ് കവർ, പില്ലോ കേസ്, ഇത്രയും സാധനം നമ്മൾ ചേഞ്ച് ചെയ്യും. നമ്മൾ കണ്ടിട്ടുള്ള ക്യാരവാൻ വെച്ച് ഭയങ്കര ഡിഫറെന്റ് ആണ് ഗൈസ്. ഇതേപോലെ കുറെ ക്യാരവാൻസ് ഉള്ള ഒരു പാർക്കാണ് ഗൈസ് ഇത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഹോളിഡേയ്സ് ഒക്കെ ഈ പാർക്കിൽ വന്ന് ചെലവഴിക്കും. ഇവിടെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഗൈസ്. ഈ പഴയ തുണിയൊക്കെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കി സൈഡിൽ വെക്കണം. ഇനി ബെഡ്റൂം കഴിയുന്നത് നമ്മൾ ഇനി കിച്ചൺ തുടങ്ങണം. ഇത് തന്നെ ഗ്ലൗസ് ഇട്ടിട്ട് നമ്മൾ വേസ്റ്റ് എല്ലാം കൂടെ കളയും. ഇതിന് മുമ്പ് നിന്ന ഗസ്റ്റുകളൊക്കെ വലിച്ചു വാരിയിട്ടിട്ടായിരിക്കും ഗൈസ് പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് നല്ല അറേഞ്ച് ചെയ്ത് പക്കായിട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് വൈപ്പ് ചെയ്യണം. കിച്ചണും ഗ്ലാസിനും ടോയ്ലറ്റിനും വെവ്വേറെ സ്പ്രേകളായിരിക്കും. കിച്ചൺ നല്ലപോലെ വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്താൽ അടുത്ത് നമ്മൾ ടോയ്ലറ്റ് ആണ്. ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ട സ്പ്രേ എടുത്തെല്ലാം സ്പ്രേ ചെയ്യുക, സൊല്യൂഷൻ ഒഴിക്കുക, വൈപ്പും ബ്രഷും ചെയ്യണം ഗൈസ്. ടോയ്ലറ്റ് നല്ലപോലെ ക്ലീൻ അല്ലെങ്കിൽ ഗസ്റ്റിന്റെ അടുത്തുനിന്ന് കംപ്ലൈന്റ് വരും. നമ്മൾ നേരത്തെ മാറ്റി വെച്ച അഴുക്ക് തുണിയൊക്കെ പുറത്ത് കൊണ്ട് വെച്ച് കൊടുക്കുക ഗൈസ്. അപ്പോൾ വണ്ടി വന്ന് കളക്ട് ചെയ്തോളൂ. പിന്നെ കയ്യോടെ നമ്മുടെ വേസ്റ്റ് എല്ലാം കൊണ്ട് ബിൻ ഏരിയയിൽ പോയി ഡംപ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മൾ ലിനൻസ് മാറ്റി ബെഡ്റൂമും കിച്ചണും ബാത്റൂമും കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് ഫ്ലോർ. നമുക്ക് ഹൂവർ തന്നിട്ടുണ്ടാവും, അതായത് നമ്മുടെ വാക്വം ക്ലീനർ, അത് വെച്ച് അത്യാവശ്യം പൊടിയെല്ലാം തൂത്തെടുക്കുക. എല്ലാ കാര്യവും ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് കംപ്ലൈന്റ് ചെല്ലും ഗൈസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിമാർക്ക് ആകും. അതുകൊണ്ട് എല്ലാ കാര്യവും ശ്രദ്ധിച്ച് തന്നെ ക്ലീൻ ചെയ്യണം ഗൈസ്. നിങ്ങൾക്കെല്ലാം മനസ്സിലൊരു കാര്യം ഉണ്ടാവും, ഇത് ചെയ്യാനാണ് ഇവൻ UK പോയത്. അത് ഞാൻ അവസാനം ഉത്തരം പറയാം. വൺസ് ഹൂവർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ മോപ്പിങ്ങിലേക്ക് കിടക്കും. ഇതാണ് നമ്മൾ അവസാനമായിട്ട് ചെയ്യേണ്ട കാര്യം. മോപ്പിംഗ് ബക്കറ്റിൽ സൊല്യൂഷനും വെള്ളം ഒഴിച്ച് മോപ്പിംഗ് സ്റ്റിക്ക് വെച്ച് നമ്മളെല്ലാം തുടച്ച് ഫ്ലോർ വൃത്തിയാക്കണം ഗൈസ്. പരിപാടി ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി റൂം ഫ്രഷ്നർ അടിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതിന് ഗസ്റ്റ് വരുമ്പോൾ ഇത് ക്ലീൻഡ് ആണ്, റെഡിയാണ്, അകത്ത് കയറാന്നുള്ളതിന്റെ ഒരു സിമ്പിളാണ് ഗൈസ് ഈ സ്റ്റിക്കർ. ഒരെണ്ണം കഴിഞ്ഞു, അതേപോലെ 2, 3, 4, ഒരു ദിവസം 5 എണ്ണം ചെയ്യണം. കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നിയാലും നല്ല കഷ്ടപ്പാടുണ്ട്. തിരിച്ച് പഞ്ച് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം ഗൈസ്. ഈ ജോലിയൊന്നും ഒരിക്കലും എന്റെ പെർമനന്റ് ജോലി അല്ല, നിലനിൽപ്പിന് വേണ്ടി മാത്രം. നാട്ടിലെ വർക്ക് കൾച്ചറിൽ നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടൂല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ്. ഇവിടെ അറ്റ്ലീസ്റ്റ് ചെയ്യുന്നതിന് പുറത്തായിട്ടുള്ള പൈസയെല്ലാം കിട്ടും. ഈ ഒരു ജോലി മാത്രമല്ല ഞാൻ ചെയ്യുന്നത്, വേറെ ജോലികളും ഉണ്ട്. അത് അടുത്തടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.